So അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ അന്ന് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെറിയ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഉള്ളിൽ വന്ന് അത് വൃത്തികേടായിട്ട് മാറി. അപ്പോൾ നമ്മൾ ശരിക്കും നല്ല അടിപൊളി പന്തലിടാൻ പോവുകയാണ്. പന്തലിട്ട് നമ്മൾ കടയുടെ പ്ലാനൊക്കെ മാറ്റാൻ പോകുന്നു. ചെറുതായിട്ട് പച്ചക്കറി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയൊക്കെ വെളിയിലേക്ക് റെഡിയാക്കുക, അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പന്തൽ ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ തൂളുന്നത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും കൂടിയിട്ട് നമുക്കിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഈ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ഉള്ളിലല്ലേ വീണേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അഴിച്ച് ക്ലിയർ ആയിട്ട് നല്ല സൂപ്പറായിട്ടൊരു പന്തലിടാൻ പോവാണ്. എന്നാൽ പന്തലിൻ്റെ പരിപാടി നമുക്ക് നോക്കാം. താൽക്കാലിക പന്തൽ നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഇനി കുഴിയെടുക്കാൻ പോകണം കേട്ടോ. പുതിയ പന്തലിന് വേണ്ട കുഴിയെടുക്കാൻ പോകണേ. നമ്മൾ പുതിയ പന്തൽ കുഴിയൊക്കെ എടുത്ത് നല്ല സെറ്റപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഒരു കാലിൻ്റെ പരിപാടി കുഴി കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ കാലാണ് കുഴിക്കണേ. മഴയില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. മഴയുണ്ടാണെങ്കിൽ ഒന്നും പറ്റില്ല. ഞായറാഴ്ച നമ്മുടെ ഒഴിവ് നോക്കിയിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കുഴിയൊക്കെ കുഴിച്ച് വേഗം കാലൊക്കെ കഴിച്ച് മഴ വരുമ്പോഴേക്കേ റെഡിയാക്കട്ടെ കേട്ടോ. ഹായ്, എന്താ രാജാവേ മാർക്കറ്റിൽ പോയതാണ്? ആ, എന്താ ടൈം പരിപാടി? അവിടെ പോയി അപ്പോൾ ഉണ്ടാവും. ഞാനിത് മുറിയില്ലയോ എന്ന് പറഞ്ഞിട്ടാണ് മടിച്ചത്. മുറിക്കണോ ആലോചിച്ചതേ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഇതൊക്കെ പൊളിച്ച് നമ്മൾ അടുക്കി കുഴിയൊക്കെ എടുത്തിട്ട് കാലിപ്പോൾ നമ്മൾ ഈ കാല് ഈ ലെവലിട്ടുണ്ട്. സൈഡിൽ കൊതയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇത് നമ്മൾ മൂടാൻ പോകണം കേട്ടോ. അച്ഛാ കമ്പി എടുക്കും മൂടാൻ പോകണേ. മൂടാൻ വേണ്ടി മണ്ണയൊക്കെ നമ്മൾ എടുത്തിട്ടേ. അയ്യോ ഒരു കാര്യം അല്ലല്ല, ഒരു പ്ലാസ്റ്റിക് കടലാസ് വേണം. സോറി മറന്നു. അപ്പോൾ സോറി മറന്നു. എന്താണെന്നറിയോ, നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമുക്കിതിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈട് കുറേ നിൽക്കും. അപ്പോൾ അത് ഇടാൻ മറന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കാൻ വേണ്ടി വീണ്ടും നമ്മളിത് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ കുഴി മാന്തേണ്ട അവസ്ഥയാണ് വന്നത്. ഒരു പണിക്ക് രണ്ട് പണി പോവാണേ. നമ്മുടെ ജ്യൂസ് കടയ്ക്ക് വന്നതിൻ്റെ ജ്യൂസിൻ്റെ കടലാസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊതിഞ്ഞ് കെട്ടാൻ പോകണം. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാം, കംപ്ലൈൻറ്റ് വരില്ല, പെട്ടെന്ന് കുറേ കാലം നിന്നോളും. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ മുകളിലേക്ക് കെട്ടാൻ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഇതിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചാൽ ഈ സാധനം പെട്ടെന്ന് മറ്റേ പോതറ പിടിച്ച് പോയില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളവും മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിന് ഈശ്വരം പോയി ഇത് കുഴിച്ചിടാം. ഇനി ഒരു ഉറുമ്പപ്പൊടിയും വേണ്ട, ഉള്ള പൊടി. ഇനി ചതലൊന്നും പിടിക്കണ്ട. അപ്പോൾ നമ്മളിതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. ചൂടിരിക്കും. അപ്പോൾ അടുത്ത രണ്ടാമത്തെ കാലം നമ്മൾ കുഴിച്ചിടണം.
അപ്പോൾ രണ്ടാമത്തെ കാലിൻ്റെ പരിപാടി ഏകദേശം ആയിട്ടാണ്. കഴിഞ്ഞു. ഒരു കുടുക്കം കൂടി ഇങ്ങനെ ഇടുക, എന്നിട്ട് ഇങ്ങനെ കുടുക്കുകയാണ് നമ്മൾ കെട്ടുന്നത്. ഇത് പന്തലുകാരൻ്റെ കെട്ടാണ്. രാജാവ് പിടിച്ചിട്ട് പോയാൽ മതി. ഇതിൽ കിട്ടില്ല. എന്നിട്ട് അതിനെ ഒന്ന് വട്ടം കെട്ടിയാൽ മുറിഞ്ഞു. വട്ടം കെട്ടിയാൽ തോന്നുന്നുണ്ടോ തോർത്താ ഓക്കെ അല്ലേ? പോതി കെട്ടി, പോതി അല്ലത്. ഇനി നെക്സ്റ്റ് പരിപാടി അപ്പോൾ ഇത് കഴിഞ്ഞു. ചൂട് കിടക്കട്ടെ. നമ്മുടെ ക്യാമറമാൻ ആള് വിശന്നിട്ട് നിൽക്കണോ അല്ലേ? അതായത് പിടിക്കും. രാവിലത്തെ ഭക്ഷണം താങ്ങൊക്കെ ചെയ്യും നമ്മൾ കട്ട എന്നിട്ട് പൊസിഷൻ കറക്റ്റല്ലേ? നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ഏകദേശം നിരത്തൊക്കെ കെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇവരെ നമ്മുടെ മഴയില്ലാത്ത എന്തായാലും വലിയ കാര്യമായി. മഴ പെയ്യുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മഴയില്ല. വെള്ളമൊക്കെ ഒഴുകി പോകും. ഞാൻ തുണ്ടും മുറിയൊക്കെ അടയെ പിടിച്ച് കെട്ടി വിട്ടാ അല്ലേ? അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഏകദേശം നമ്മുടെ നിരത്തൊക്കെ കെട്ടിക്കഴിഞ്ഞു. നമ്മുടെ മുകൾ ഭാഗമൊക്കെ കെട്ടി നല്ല കുഴപ്പമില്ലാത്ത ലെവലിൽ നമ്മുടെ പന്തലായിട്ടുണ്ട്. ഇനി നമ്മൾ ചോട്ടിൽ ഒരു വരിയും കൂടി കെട്ടാൻ പോകണം. അത് കെട്ടിക്കഴിഞ്ഞ് ബാക്കി നമ്മുടെ പായി നമ്മുടെ നെറ്റൊക്കെ വലിച്ച് കെട്ടി നമ്മൾ സെറ്റാക്കാൻ പോകണം. കുറച്ച് തേഞ്ഞിട്ടില്ല, നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നോക്കാം. എല്ലാം ഇറങ്ങട്ടെ ഏട്ടാ. അമ്മോ. അപ്പോൾ ചേട്ടായിമാരെ ഫസ്റ്റ് സ്റ്റെപ്പ് കാല് കുഴിച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നിരത്തിട്ടു, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നമ്മളിതിൽ ഇവിടെ കുറുക്ക് വെക്കണം കേട്ടോ. കുറുക്ക് വെച്ചാലാണ് നമുക്ക് പായ കിട്ടി നിൽക്കുള്ളൂ. അപ്പം നമ്മൾ പഴയ ആ രണ്ട് കാലുള്ള ഒരു കാല് മുളയുണ്ടായി തല്ലിപ്പൊളിച്ച് ഏകദേശം കുഴപ്പമില്ലാത്ത ലെവലിൽ കിട്ടി. 2-3 പീസ് കിട്ടിയിട്ടുണ്ട്. ആ പീസിന് നമ്മൾ ഇതെങ്ങനെ വെക്കാൻ പോവാണേ. തൽക്കാലം നമുക്കിങ്ങനെ കെട്ടാൻ ധാരാളം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെക്കണേ. ഇല്ല പറഞ്ഞാൽ നമുക്ക് അപ്പം ഇതാക്കാം. കറുപ്പ് പായ പറഞ്ഞാൽ അതുകൊണ്ട് നിൽക്കില്ല. അത് നമുക്ക് ചെയ്യാം. നമ്മുടെ ഏകദേശം പരിപാടി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ചേട്ടായിമാരെ ഏകദേശം നമ്മുടെ ഇതിൻ്റെ കെട്ട് കഴിഞ്ഞ് നിരത്തും കാര്യങ്ങളൊക്കെ കെട്ടി എല്ലാം സെറ്റാക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് ഫ്ലെക്സ് വരാൻ്റെ ഫ്ലെക്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് മുകളിൽ കയറ്റാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആ പച്ചനെറ്റ് പഴയ പച്ചനെറ്റിനെ എടുത്തതിന് മുകളിൽ കയറ്റാൻ പോകണം കേട്ടോ. കയറ്റി കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ മേലെയാണ് പായറിന്. അപ്പോൾ കീറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പച്ചനെറ്റ് മുകളിലേക്ക് ഇടാവേ. അപ്പോൾ നമ്മൾ പച്ചനെറ്റ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ആക്കി കെട്ടാൻ പോവാണ്. ആദ്യം ഇവിടെ കെട്ടാട്ടോ. ഒരു തുണ്ട് വേണ്ട ഇവിടെ കെട്ടിയിട്ടാണ്. പക്ഷെ മുണ്ട കഴിയണ അറിയില്ല. കൊണ്ട ഇവിടെ വലിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ കറുത്ത പായനെ നമ്മളിതിന് മുകളിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ 4 സൈഡ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബലത്തിൽ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ്. മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് ഇടണം. അതുകൊണ്ടാണ് അച്ഛാ കയറിൽ പിടിക്കും. അപ്പൊ നമ്മുടെ പായി നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടാ. അപ്പൊ അവിടെ കിട്ടിയാളെ കിട്ടിയല്ലോ.
അപ്പൊ നമ്മുടെ പായ് നമ്മൾ ഏകദേശം നമ്മള് ബാക്കിൽ നിന്ന് നമ്മുടെ പഴയ പായ് എടുത്തിട്ട് വന്നാൽ ഏകദേശം കറക്റ്റായിട്ടാണ് കേളാമത്തെ അങ്ങനെ തന്നെ പൈപ്പിൽ കെട്ടിയാലോ അല്ല അവിടെ കെട്ടിയിട്ട് വലിക്കണ്ടേ അപ്പൊ നമ്മള് ഇല്ല അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു പന്തലിൻ്റെ പരിപാടി നമ്മളിനി ലാസ്റ്റ് ഘട്ടം ഈ കാലൊക്കെ ഒന്ന് ഉറപ്പിക്കണം അതാണ് നമ്മുടെ പരിപാടി അത് പോവാം അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കാല് ഉറപ്പിക്കുന്ന പരിപാടിയാണ് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഏകദേശം കാലൊക്കെ ഉറച്ചോളും എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നേരത്തെ ഉറപ്പിച്ചതാണ് എന്നാലും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഓ ബലമുണ്ട് കുഴപ്പമില്ല കുലുങ്ങില്ല അപ്പോൾ നമ്മുടെ പന്തൽ ഏകദേശം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഫ്ലെക്സും കൂടി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം ഓക്കെ